ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ റിവ്യൂ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെമ്മിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതാണ്, ഫൗണ്ടേഷൻസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഡു യു മീൻ ബൈ പ്രോസ് ആൻഡ് കോൺസ് അനാലിസിസ്. നമ്മൾ ഓൾറെഡി എടുത്ത എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സും നമുക്ക് ടെക്സ്റ്റിൽ തന്നെ അവൈലബിൾ ആണ്. ഒന്നും ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അനാലിസിസ് വരുമ്പോൾ ആ ഒരു ചാപ്റ്ററിലാണ് ഇത് വരുന്നത്. പേജ് നമ്പർ 34 ഇത് കാണിച്ചിരിക്കുന്നത്. പ്രോസ് ആൻഡ് കോൺസ് അനാലിസിസ് ഡയറക്റ്റായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. അപ്പോൾ എന്തൊരു റീസൺ ഉണ്ടാവുകയാണെങ്കിലും അതിൻ്റെ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ മെറിറ്റ് അല്ലെങ്കിൽ ഡീമെറിറ്റുകളെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു മോഡലിനെയാണ് പ്രോസ് ആൻഡ് കോൺസ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ വാട്ട് ഈസ് മെൻറ്റ് ബൈ സെൻട്രൽ ടെൻഡൻസി. എന്തിനാണ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്? അപ്പോൾ അത് നമ്മൾ